സെൻസറി എല്ലുഫിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇത് മയിലാണ്, പീക്കോക്ക്. ഹിന്ദിയിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹിന്ദിയിൽ നമ്മൾ മയൂരം എന്ന് വിളിക്കും. മയൂർ. മലയാളത്തിൽ മയൂർ എന്ന് വിളിക്കരുത്, നാട്ടുകാർ ഒട്ടിച്ചിട്ടറിയും. മയൂർ എന്ന് പറയുന്നത് മലയാളത്തിൽ ഏറ്റവും നല്ല ചീത്തയാണ്. ലാസ്റ്റ് സിനിമയിൽ വിജയ് തമിഴ്നാട് CM വരെ മയൂർ എന്ന് വേറൊരു രീതിയിൽ പറയും. പിന്നെ വിക്രം സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് ധാരാളമായി ഈ മയൂർ ഒരുപാട് പ്രാവശ്യം പ്രയോഗിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇത് മയൂർ അതല്ല, ഇത് ആണ് മയൂർ. കണ്ട പീലി തിരുമടി, അത് ഇതാണ് മകൾ അല്ലു അളകനന്ദ. സുന്ദരിയേ. നേരം വെളുത്തുടനെ കണ്ട ക്രിക്കറ്റ് പ്രാന്തനായിട്ടിരിക്കുകയാണ് എൻ്റെ മകൻ അഭിജിത്ത്. ഒരു ഹായ് സൊല്ലും മകനെ. മൂഞ്ചി കാണട്ട് ഉണ്ടല്ലേ, അവൻ്റെ മൂഞ്ചി കണ്ടിട്ട് മൂഞ്ചി കണക്കിരിക്കുന്നുണ്ടല്ലേ. അവൻ രാവിലെ ഒരു 1.5 മണിക്കൂറായിട്ട് ആ സ്റ്റമ്പ് കുഴിച്ചു വയ്ക്കുകയാണ്. എളുപ്പം വഴി പറഞ്ഞിട്ട് ഒരു കോപ്പം വന്നില്ല. ഞങ്ങള് സെൻസറി എല്ലുഫിയില് അച്ഛൻ്റെ വീടൊക്കെ എടുത്തിട്ട് വരാം. പിന്നെ കിച്ചേട്ടൻ, ഇത് അമ്മയുടെ സ്കൂട്ടർ, അമ്മയുടെയും അച്ഛൻ്റെയും സ്കൂട്ടർ ഞാൻ ഫുള്ളായിട്ട് എനിക്ക് നോക്കത്തില്ല. എന്ന് വെച്ചാൽ ഇതൊരു മൂടി വയ്ക്കുവാണ്. പക്ഷെ ഇങ്ങനെ മഴയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങോട്ട് മൂടി വെക്കും. അപ്പം വെള്ളം വീഴാതിരിക്കാൻ ഇത് നല്ല ഉപകാരമാണ്. അപ്പം നമ്മൾ അമ്മ അവിടെ നിന്ന് ജോലി ചെയ്യുവാണ്. ഗായ്സ്, നമ്മളിന്ന് ഇത് വൃത്തിയാക്കുന്നതാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു ഈ റൂം കിടക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഞാൻ ഇനി അത് അങ്ങോട്ട് റെഡിയാക്കാൻ വേണ്ടി ചെയ്യുകയാണ്. ഗായ്സ്, റെഡിയാക്കാൻ വേണ്ടി ചെയ്യുമ്പം ഞാൻ ഈ സാധനം ഒന്ന് എടുക്കുന്നത്. ആ സാധനം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് വാച്ച് വെക്കാൻ പോവാണ്. വാച്ച് വെക്കുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കാണുക. ഇത് ഫുൾ കണ്ടിട്ടേ നിങ്ങൾ പോവാവൂ. ഗൈസ്, നിങ്ങൾ സെൻസറി എല്ലുഫിന്ന് ഒന്ന് അടിച്ചു നോക്കിയാൽ എല്ലാം കാണാം. നിങ്ങൾ വേണമെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോ. അവരവരുടെ അമ്മേനെ ഇഷ്ടമാണെങ്കിൽ ഒരു കമൻറ്റും കൂടി ചെയ്യുക. ഒരു റെഡ് ഹാർട്ടും കൂടി ഇടണേ. ഞാൻ പറയുന്നില്ല നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും അടിക്കാൻ. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അടിച്ചാൽ മതി. കുഞ്ഞുങ്ങൾ അടിക്കണ്ട. കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ അടുത്ത് ചോദിച്ചിട്ട് അടിക്കുക. അതൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാനിന്ന് അത് ഒതുക്കി വരച്ചിട്ട് നോക്കാൻ പോവാണ്. നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തായിരുന്നു. അത് നിങ്ങളൊന്ന് കാണണേ. ഞാനിതൊന്ന് വെക്കണം എനിക്കൊന്ന്. അതുകൊണ്ട് ക്യാമറയൊന്ന് ഞാൻ ഇങ്ങോട്ടൊന്ന് പിടിക്കുകയാണ്. ഗായ്സ്, ഇവിടെ അകത്തോട്ടൊന്ന് ഇടുകയാണ്. വാച്ച് നേരെ പോകുന്നില്ല. ഞാൻ വാച്ചിനെ തട്ടി നോക്കി. വാച്ച് അകത്തോട്ട് നോക്കി. സമയം തിരിച്ചാണ്. ഞാൻ അമ്മേനെ കണ്ടിട്ട് വരാമേ ഗായ്സ്. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് അച്ഛനും കിച്ചുചേട്ടനും കൂടി ക്രിക്കറ്റ് കളിക്കുന്ന ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. അച്ഛാ, നമ്മൾ ചേട്ടൻ്റെയും അച്ഛനും കൂടി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വീഡിയോ എടുത്താട്ടെ. മയിലിപ്പോൾ ഇല്ല. മാങ്ങ കാണിത് മാവ്
മാവാണ് നമ്മൾ. മാവ് വാങ്ങ അങ്ങനെയൊക്കെ ആക്കി വിടും. അതുകൊണ്ടാണ് കുത്തിക്കൊണ്ടിരിക്കുന്നത് കുറേ നേരം കൊണ്ട്. കണ്ടാ എന്നാടാ ഇത് വെച്ച് കുത്തി തോണ്ടി മാറ്റുന്ന കുത്തി തോണ്ടി മാറ്റി. ഞങ്ങളുടെ മീൻകുഞ്ഞുടെ കല്യാണമാണ് നാളെ, അല്ല മറ്റന്നാളെ. വരുന്നവരൊക്കെ വരണേ. വെള്ളപ്പൂവുണ്ട്, ചുമന്ന പൂവുണ്ട്, കുറെ പൂക്കളുണ്ട്. ശംഖുപുഷ്പമാണ് ഇത്. പിന്നെ ഇത് പാലപ്പൂ. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെയാണ്. അപ്പം നിങ്ങളൊരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനലിന്റെ പേര് ഇതിന്റെ ചാനലിന്റെ പേര് നീ പറ. ചാനലിന്റെ പേര് സൺശ്രീ അൽഫിയിലേക്ക് എല്ലാവർക്കും പറഞ്ഞു ചാനൽ. അപ്പൊ നമ്മള് ഈ തോട്ടം ഒന്ന് കാണിക്കാണ്. അത് വിൽക്കുന്നൊന്നുമില്ല. ഇത് ശംഖുപുഷ്പം. ഇതിന്റെ പേരെന്തുവായിരുന്നു? അതിന് പേരൊന്നുമില്ല. അതിനാണ് ബിജുക്കുട്ടൻ എന്ന് വിളിക്കാം. ബിജുക്കുട്ടൻ. പിന്നെ ഇത് പാല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാലയും ശംഖുപുഷ്പം. ഒരു ശംഖുപുഷ്പവും പാലയും നിറഞ്ഞു നിൽക്കണ്ടേ. പിന്നെ ഇത് കുഞ്ഞിപ്പെണ്ണു. കുഞ്ഞിപ്പെണ്ണ് ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണും കുറെ ഉണ്ട്. പിന്നെ ശംഖുപുഷ്പത്തിന്റെ വെള്ളപുഷ്പ ശംഖു, അതാണ് ശംഖൂത്ത്. പിന്നെ മുല്ലപ്പൊട്ട്, കാടിരിഞ്ഞോട്ടെ നേരെ ആണ് മുല്ലപ്പൂ. തമിഴ്നാട്ടിൽ മല്ലികപ്പൂ എന്ന് പറയും. മല്ലിപ്പൂ വച്ചഴക് വാഴുങ്കോ. വാഴക്കൂട്ടം കണ്ടുള്ളൂ. വാഴക്കൂട്ടം, വാഴക്കൂട്ടം. വാഴ 1, വാഴ 2, പിന്നെ കഴിഞ്ഞിട്ട് വാഴ 3. കുറേ വാഴകളുണ്ടാ. അതാണ് മറ്റൊരു പൂ നോക്കി. വെള്ളപ്പൂവേ മുല്ല. മല്ലിപ്പൂ. പിങ്കു. റെഡ് പൂ കാണണ്ടില്ലേ? അതാണ് റോസ. മറ്റേ സാധനം അതിന്റെ മഞ്ഞ എന്ന് പറഞ്ഞാൽ അത് കേട്ടോളൂ. അതിന്റെ പിങ്ക്. അതിന്റെ വെള്ള ഉണ്ടായിരുന്നു. കുഞ്ഞു പൂവുണ്ടോ നിങ്ങള്? തൊട്ട് കാണില്ലേ? കുഞ്ഞിപ്പൂ. ഇങ്ങോട്ട് നോക്ക് മുഖത്തോട്ട്. കുഞ്ഞിപ്പൂവേ വാ. അതിന് പേരില്ല. നമുക്ക് ശങ്കരൻ എന്ന് പേരിടാം. മണി പ്ലാന്റിനെ കാണിച്ചു കൊടുക്കണില്ലേ? മണി പ്ലാന്റ് വെച്ചതിന് ശേഷം ഒരു കാശ് പോലും വരത്തില്ല. ഭയങ്കര ചിലവാണ്. ഇത് ആരവരാന്ത് തൂക്കിക്കെട്ടിങ്ങനെണ്ടാ. കുറേ വള്ളിയൊക്കെ കിട്ടിയുണ്ട്. അതെല്ലാം കൂടെ തൂക്കിയിട്ടേക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ശങ്കരൻ കുട്ടി എന്നൊക്കെ വിളിക്കാൻ പറ്റും. പിന്നെന്താ പിന്നെ പേരയ്ക്കെ കുറിച്ച് പറയാനില്ലേ? പേര കൊയ്യാപ്പളം. തമിഴ് പറയണ കൊയ്യാപ്പളം എന്നാണ്. ഇതിനകത്തിരുന്ന് അതിന്റെ കൂട്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. ഞാനല്ല വേറെ ഒറിജിനൽ കുരങ്ങൻ. ഞാൻ കുരങ്ങനല്ല. കുഞ്ഞമ്മേടെ വീട്. അപ്പൊ ഇതുവരെ കുത്തി തീർന്നില്ല. ശംഭു വെച്ചാടാ ഡേ. ക്രിക്കറ്റിന്റെ വീഡിയോ എടുക്കാൻ പോവാണ്. വലിയ മുളക് കാണിച്ചു കൊടുക്കണില്ലേ? മുളക് നമുക്ക് ആവശ്യമുള്ള വാഴക്കൊല. പിന്നെ ഞങ്ങൾ കുക്കിങ്ങിന്റെ ഒരു വീഡിയോ എടുക്കും. ചെല്ലപ്പൻ വരുമ്പോഴത്തേക്ക് എടുക്കും. വാഴ ഉണ്ടോ? വാഴ എന്ത് കണിക്കുന്നു? തുളസി പിടിയുന്ന തുളസി പിടിച്ചോണ്ടോ? അപ്പം നമ്മള് എല്ലാം ഇതാക്കിയിട്ടുണ്ട്. എല്ലാം പറഞ്ഞു. ഇത് ജപ്പാൻ കുടിവെള്ളത്തിലെ പൈപ്പ്. ഇത് പിന്നെ KSRT എന്ത് പറയുന്ന വെച്ചാ അപ്പൊ മറ്റേവരുടെ ചീത്ത വിളിച്ചില്ല. എന്റെ പേരെന്ന് പറഞ്ഞേ അഭിജിത്ത് എന്ന് പറയുന്ന ട്രെയിലറാണ്. 3 സ്ഥലത്ത് പോയണ്ട. അമേരിക്കയില്, ലണ്ടനില് ട്രെയിലറാണ്. അത് തന്നെ. അച്ഛൻ എറിയാൻ അറിയത്തില്ല. അച്ഛനാണ് അറിയാം. ടീച്ചർ അടിച്ചു. അപ്പൊ ഔട്ടാവും നമുക്ക് കണ്ടറിയാം. ദാണ്ടെ കനാലിലോട്ട് പോയാലും ഇവിടോട്ട് പോയാലും ഔട്ടാണ്. കിച്ചനാ പോയി എടുക്കുന്നേ. അങ്ങോട്ട് പോയേക്കാ.
2 വളി 0. പിടി അങ്ങോട്ട്, തറ പിടിക്കണ. അത് തറയൊക്കെ കാണിക്കണ്ടേ? ഓ 3 വളി 0. 4 വളി 0. 5 വളി 0. 6ാമത്തെ വളി 0. എത്ര മിനിറ്റായി? കുറെ മിനിറ്റ് ആയി കാണും. 7ാമത്തെ വളി. സ്വപ്പം ഭാഗ്യമുള്ള പോലെ 10ന്റെ മിനിറ്റ് ഒക്കെ ആയി. 10:35 ആയി. 7 വളി 0. 8ാമത്തെ വളി. ഇവിടെ ഇന്നലെ പാമ്പിൻ്റെ കുഞ്ഞ് വന്ന് എൻ്റെ അടുത്തൂടാണ് ഈ ബാള് പോയെ. പാമ്പിൻ്റെ കുഞ്ഞ് ഞങ്ങളുടെ അവിടുത്തെ ഉള്ള ചേട്ടാ മറ്റേത് കാണിക്ക്, ബാറ്റിനകത്ത് ഉമ്മ വെക്കുന്ന. ഇനി അത് നിക്കേ ഗായ്സ്, ഞാൻ മയിൽ എവിടെ നിന്ന് നോക്കിയിട്ട് വരാമേ. അങ്ങോട്ട് പോയി കൊണ്ടുപോകും. അവിടെ നിൽക്കാൻ നോക്കടാ മയിൽ. എവിടെ മഴ പെയ്യുന്നു ഗായ്സ്. മഴ നല്ല ചാറ്റലുണ്ട്. ഒരു വാളായേ അച്ഛന് ഇതിനകത്തൊരു മെസ്സേജ് വന്ന് മാളതി അറിഞ്ഞു അച്ഛൻ. ദാണ്ടെ ഔട്ട് ആവാറായിരുന്നു. ദാണ്ടെ കിച്ചൺ അടിക്കുന്നു. ബാളങ്ങ് തെറിച്ചു പോയി ഗായ്സ്. ഔട്ടായേ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇനിയൊരു വീഡിയോ വരുന്നതായിരിക്കും. സൻസറി എൽ എഫിലേക്ക് ഇനിയൊരു വീഡിയോ വരും. ടാറ്റാ.